നമ്മൾ സാധാരണ പണ്ട് നാടൻ ഭാഷയിൽ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കാണണം എന്നാഗ്രഹിക്കുന്ന അമ്മായിയമ്മയുടെ ഒരു മനസ്സുണ്ട്. എല്ലാ അമ്മായിമാരുടെ അല്ല, ചില അമ്മായിയമ്മമാരുടെ. എന്നാലും ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അപൂർവമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വേറൊരിനം ആളുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമുക്കിഷ്ടമല്ലാത്ത മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ വർഗത്തിൽപ്പെടുന്നവർ, അവർക്ക് വിഷമമോ നിരാശയോ വരുമെങ്കിൽ, അവർ സന്തോഷിക്കുന്നതിന് അവരെ അപമാനിക്കാൻ കഴിയുമെങ്കിൽ വേറെ വിശാലമായ താല്പര്യങ്ങളോ ചിന്തകളോ ഒന്നും വേണ്ട. നമ്മൾ ഈ കൂടെ ജീവിക്കുന്നവൻ്റെ ശത്രു ആരാണോ അവൻ്റെ ശത്രുവായി നമ്മൾ സ്വയം മാറുന്നു. ചുരുക്കത്തിൽ ശത്രുവിൻ്റെ ശത്രു മിത്രം. ഞാനിത് പറഞ്ഞ കാര്യം 2-3 ദിവസങ്ങളായി ഇറാൻ സംഭവവും അമേരിക്കൻ സംഭവവും കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ ചില മിത്രങ്ങൾ തുള്ളിച്ചാടുകയും നമ്മുടെ രാജ്യത്തിലെ ചില സവിശേഷമായ ചിന്തകർ ആളിത്തിമിർക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നുന്നുണ്ട്. ഇത് പറയാൻ കാരണം ട്രംപ് മച്ചമ്പി അസീം മുനീറിന് വലിയ വിശാലമായ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിരുന്നുകൂടി നൽകുന്നത് കണ്ടപ്പോഴാണ് ഇത് പറയണമെന്ന് വിചാരിച്ചത്. പ്രിയപ്പെട്ടവരെ, ബന്ധുവാര് ശത്രുവാര്, ബന്ധനത്തിന് നോവറിയും കിളിമകളെ പറയൂ എന്ന നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ വരി പോലെ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ചൊന്ന് ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്. അങ്ങ് റഷ്യയിലും ഉക്രൈനിലും യുദ്ധം നടക്കുന്നുണ്ട്. അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിലാരും വലിയ നിരാശയോ സന്തോഷമോ രേഖപ്പെടുത്തുന്നുമില്ല. അവിടെ അടിക്കുന്നതും മരിക്കുന്നതുമായ ആളുകളുടെ ജാതി അന്വേഷിക്കുന്നില്ല. അതിലൊരു വികാരവുമില്ല. എന്നാൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം നടക്കുമ്പോൾ, അതുപോലെ പാവം ഫലസ്തീനികളെ ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ ഒക്കെ സന്തോഷിക്കുന്ന കുറേ മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലും ജീവിച്ചിരിക്കുന്നു. മനുഷ്യർ എന്ന് അവരെ സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലിടണം. എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. സാധാരണ വേട്ടയാടുന്നവനോട് നമുക്ക് ജാതിമത വ്യത്യാസമില്ലാതെ ദേഷ്യം തോന്നാറുണ്ട്. ഹിറ്റ്ലറിനോട് ആരും ഹിറ്റ്ലറിൻ്റെ ജാതി ചോദിച്ചല്ല അയാളോട് കുപ്രസിദ്ധനാക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ സ്ഥിരം സന്തോഷവാനായി നമ്മൾ കാണുന്നത് ട്രംപിനെയും അമേരിക്കയുമാണ്. യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായപ്പോൾ ശ്വാസം അല്പം മാത്രം പുറത്തേക്ക് വരുന്ന, ഒരു തരത്തിലും നിർവാഹമില്ലാതെ ഫുൾ കൈ വരെ വസ്ത്രം ധരിച്ചിരിക്കുന്ന നമ്മുടെ ശ്വാസം പിടുത്ത സ്വാമി മോഹൻദാസ് അടക്കമുള്ളവർ കിട്ടുന്ന ശ്വാസത്തിൽ തുർക്കിയെയും ബാക്കിയുള്ളവരെയും ഒക്കെ മണിക്കൂർ ഇടവിട്ടിങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ബലം കൊടുത്തതും പിന്തുണ കൊടുത്തതും ഒന്നും തുർക്കിയല്ല. തുർക്കിയെ കണ്ടുകൊണ്ട് ആരും ഒന്നും ചെയ്യാറുമില്ല. അതിന് പിന്തുണ കൊടുത്തത് മൊത്തം നമ്മുടെ ഫ്രണ്ടാണ്. ആ ഫ്രണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഫ്രണ്ട് നമ്മളെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് മണിക്കൂർ ഇടവിട്ട് ഞാൻ മധ്യസ്ഥ വഹിച്ചു, ഞാൻ കച്ചവടം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ച് പുള്ളിയോട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ. എന്നിട്ട് നമ്മുടെ പ്രതിനിധി സംഘം ഇവിടുന്ന് പോയി അതെല്ലാം പഠിപ്പിക്കാൻ, തരൂർ സാർ അടക്കമുള്ളവർ അവിടെ പോയി പഠിപ്പിച്ചു. എന്നിട്ട് എന്താ നടന്നത്? ഇപ്പോൾ ദേണ്ട ട്രംപ് മച്ചമ്പിയുടെ കൊട്ടാരത്തിൽ വിരുന്ന് കൊടുക്കുന്നു. ആർക്ക്? അസീം മുനീറിന്. ഏത് അസീം മുനീർ? ഈ പഹൽഗാം ടെറർ അടക്കമുള്ള നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തൂത്ത് കളഞ്ഞ, അവർക്ക് സിന്ദൂർ എന്നും പറഞ്ഞ് മറുപടി കൊടുത്തപ്പോൾ അവിടെ ഈ സിന്ദൂർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നു. എവിടെ? അങ്ങ് അമേരിക്കയിൽ. നമുക്ക് മുണ്ടാട്ടമില്ല, നമുക്ക് ദേഷ്യമില്ല, നമ്മുടെ ശ്വാസം പിടുത്ത സ്വാമിക്ക് ഒരു നിലപാടുമില്ല, നിഷ്പക്ഷ പണിക്കർക്ക് ഒരു സന്തോഷവുമില്ല, ട്രോളില്ല, ഒന്നുമില്ല. അതാണ് സ്ഥിതിവിശേഷം. പിന്നിപ്പോൾ സന്തോഷിക്കുന്ന ആരെ കണ്ടാണെന്നറിയാമോ? ഇറാനെ കണ്ടാണ്. ഇറാൻ അവിടെ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവർ, അവർ മുസ്ലിങ്ങളാണെന്ന് മുസ്ലിങ്ങൾ പോലും സമ്മതിക്കുന്നില്ല. ഷിയാക്കളാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലപ്പുറത്തുള്ള നമ്മുടെ KNMൻ്റെ സലാഹിയൊക്കെ മണിക്കൂർ ഇടവിട്ട് അവരെ നരകത്തിൽ വിട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് അവർ. പക്ഷേ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇതെല്ലാം ഇതാണല്ലോ. മുസ്ലിങ്ങൾക്കല്ലേ ഉള്ളൂ ഇതിനകത്ത് ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിൽ പോകാൻ പോകുന്നതെന്ന് വാദമുള്ളത്. സുന്നി മാത്രമാണ് സ്വർഗത്തിൽ പോകാൻ പോകുന്നതെന്ന് സുന്നിക്ക്, മുജാഹിദ് മാത്രമാണ് മുജാഹിദിന്, ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രമാണെന്നും അവരാരും പോത്തില്ലെന്നും ബാക്കിയുള്ളവർക്കൊക്കെയല്ല. ബാക്കിയുള്ളവർക്കെല്ലാം മുസ്ലിങ്ങളാണല്ലോ. യഥാർത്ഥത്തിൽ ഇറാൻ ആരാ? എല്ലാ കാലത്തും ഇന്ത്യയുടെ ഒരു സ്ട്രോങ് അലയാണ് ഇറാൻ. ഇറാൻ ഇന്ത്യയെ വിട്ടൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. എല്ലാ സന്ദർഭത്തിലും ഇന്ത്യ പാക് യുദ്ധങ്ങളുണ്ടായ സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് ഇന്ധനം നൽകി സഹായിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ പല രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയോട് വളരെ അനുഭാവപൂർവമായ ഒരു രാജ്യമെന്നുള്ള നിലയിൽ അവർ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ തകർത്ത് തരിപ്പണമാക്കി ഈ ഇറാനിലെ ഓയിലും ഗ്യാസും എല്ലാം കൂടെ ഇവർ രണ്ടുപേരുടെയിലൂടെ കിട്ടിയാലുള്ള സ്ഥിതി എന്താ? അമേരിക്കയുടെ ഇസ്രയേലിൻ്റെയും കയ്യിൽ. നമ്മളെ രാവിലെ വിളിച്ചിട്ട് ബാ
നിങ്ങൾ മിത്രോംസ് അല്ലേ, മിത്രോംസിനെല്ലാം താണ്ട സൗജന്യമായി ഗ്യാസ് പിടിച്ചോ എന്നിട്ടിങ്ങനെ ഓസിട്ടടിച്ച് ഗ്യാസ് കൊടുക്കുമെന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ ആസനത്തിൽ ആപ്പ് കയറാൻ വേണ്ടിയാണോ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് എന്നൊരു ആലോചന മനസ്സിലെവിടെങ്കിലുമൊക്കെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുണ്ടായില്ലെങ്കിൽ ഇതെല്ലാം കയറി മലർന്ന് കിടക്കുമ്പോഴേ അറിയൂ. ഇപ്പോൾ ആകെ കയ്യിലുള്ളത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അത്തരം കാര്യങ്ങളും മാത്രമാണുള്ളത്. അവർക്കിപ്പോൾ അമേരിക്കയെ വിലക്കെടുത്താൽ മതി, നമ്മളെ ആകെ മാർക്കറ്റിന് വേണ്ടി മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഈ തുള്ളിച്ചാടി ആവേശം കൊണ്ട് ഇറാൻ തൊലയട്ടെ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നവരെ ഇറാൻ ജയിക്കുകയോ തോക്കുകയോ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ദേശീയ മിത്രങ്ങളായ നമുക്ക് എങ്ങനെയാണ് ആസനത്തിൽ പതിക്കുക എന്നൊരാലോചന ആസനസ്ഥനായിരുന്ന് നടത്തേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്.